ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജോയ്സ് കുക്കിംഗ് സ്റ്റൈൽ. ഇന്ന് ഞാനിവിടെ ഒരു ബാർബിക്യൂ ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബാർബിക്യൂ ചിക്കൻ എങ്ങനെ നമുക്ക് ഹോട്ടൽ ടേസ്റ്റിൽ നമുക്ക് ഇവിടെ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അതിനാദ്യമായിട്ട് നമ്മൾ ചിക്കൻ തുടപ്പീസ് ഏതായാലും കുഴപ്പമില്ല, സ്കിൻ ഔട്ട് എടുത്ത് നമ്മൾ ഇത് നന്നായിട്ട് കട്ട് ചെയ്യുക. എല്ലിൽ കൊള്ളുന്നിടം വരെ രീതിയിൽ നമ്മൾ കട്ട് ചെയ്യണം. കാരണം വേവാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഞാൻ ഇന്ന് ഇവിടെ എടുത്തിരിക്കുന്ന 15 ലെഗ് പീസാണ്. 15 ലെഗ് പീസും കട്ട് ചെയ്ത് നല്ല രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഈ ബാർബിക്യൂലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഒരു 200 ഗ്രാം കട്ടിയായ തൈര്. നമുക്ക് മിൽക്കി മിസ്റ്റിൻ്റെ അങ്ങനെയുള്ള തൈര് മേടിക്കാൻ പറ്റും. അത് കട്ടിയായിട്ടുള്ളതാണ്. സാധാരണ നമ്മുടെ വീട്ടിലുള്ള തൈര് ഉപയോഗിക്കാൻ പറ്റിയല്ല, അത് വാട്ടർ കൂടുതലായിരിക്കും. അതുകൊണ്ട് അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയല്ല. കട്ടിയുള്ള തൈര് നമ്മൾ മേടിക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടത്, ഞാനിപ്പം ഏകദേശം 1.5 കിലോ ചിക്കനാണ് ഇവിടെ എടുക്കുന്നത്. അതിലേക്ക് 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ വൈറ്റ് പെപ്പർ പൗഡർ, 2 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ ചാട്ട് മസാല, 1.5 സ്പൂൺ ജീര പൗഡർ, ചെറുജീരകം, 1 നുള്ളു കസ്തൂരി മേത്തി, 1.5 സ്പൂൺ ഗാർലിക് പേസ്റ്റ്, 1 സ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, ആവശ്യത്തിന് കല്ലുപ്പ്. ഞാൻ എപ്പോഴും കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത്. പൊടിയുപ്പിനേക്കാളും ബെസ്റ്റ് കല്ലുപ്പാണ്. ഇതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇടുക. 1.5 കിലോ ചിക്കൻ എന്ന് പറയുമ്പോൾ ഏകദേശം 15 ലെഗ് പീസാണ്. അതിനുശേഷം നന്നായിട്ട് ഈ മസാല ഇതിലേക്ക് മിക്സ് ചെയ്ത് പിടിപ്പിക്കുക. നമ്മൾ മസാലയെല്ലാം മിക്സ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഇനി ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു അരമണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ മാരിനേറ്റ് ചെയ്യണം. അരയിച്ച് എത്ര സമയം കൂടി വെക്കുന്നത് അത്ര നല്ലതായിരിക്കും. ഇത് പ്ലാസ്റ്റിക് ഫോയിൽ എന്ന് പറയും. ഇത് വെച്ച് നമ്മൾ കവർ ചെയ്യുകയാണ്. ഇത് വെച്ച് കവർ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുമ്പോൾ ഇതിൻ്റെ മണം വേറെയുള്ള സാധനങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഫ്രണ്ട്സ്, നമ്മുടെ ബാർബിക്യൂ ചിക്കൻ ഓൾറെഡി മാരിനേറ്റ് ആയിട്ടുണ്ട്. നമ്മളിനി അതിനെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിന് നമ്മൾ സ്റ്റൗ ഓൺ ചെയ്യുന്നു. സ്റ്റൗവിലേക്ക് ഞാനിവിടെ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഏത് ഓയിലും യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. ഒലിവ് ഓയിൽ ഒഴിച്ചാൽ കുറച്ചും കൂടെ ഹെൽത്തിയാണ്, കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും.
തവയുടെ എല്ലാ സൈഡിലേക്കും നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യണം. ഞാൻ ഗ്രിൽ പാനാണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. ഫ്രൈ ചെയ്യാൻ എപ്പോഴും ഗ്രിൽ പാൻ ഉപയോഗിക്കണം, നല്ലതായിരിക്കും. അടി പിടിക്കുകയോ അങ്ങനെയൊന്നുമില്ല, നന്നായിട്ട് വെന്ത് കിട്ടും. നമ്മൾ ഇതിലേക്ക് ഓരോ ചിക്കൻ നമ്മൾ എടുത്ത് വെക്കുകയാണ്. നമ്മുടെ ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ സൈഡിലുള്ള ഓയിൽ അപ്ലൈ ചെയ്ത് നോക്കാം. ഞാൻ ഇതിനകത്ത് കുറച്ച് ബട്ടറും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ബട്ടറും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒലിവ് ഓയിൽ പ്ലസ് ബട്ടർ രണ്ടും കൂടെ മിക്സ് ചെയ്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ മിക്സ് കൊടുത്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇത് ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ടുകൊണ്ടിരിക്കണം. ഇത് ലോ ഫ്ലെയിമിൽ വേണം വെച്ച് ചെയ്യാൻ വേണ്ടി. ഹൈ ഫ്ലെയിം വെക്കരുത്. ഹൈ ഫ്ലെയിം വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതി നമുക്ക് ഇത് ഫ്രൈ ആയി കിട്ടില്ല. മറിച്ചിട്ട ശേഷം നമ്മൾ ഈ ഓയിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ഇടയ്ക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഉള്ളൊക്കെ നന്നായിട്ട് വേവും. നമ്മളിതൊരു 8 മിനിറ്റ് നമ്മൾ ഫ്രൈ ചെയ്യണം. മറിച്ചും തിരിച്ച് ഇട്ടുകൊണ്ടിരിക്കണം. മാക്സിമം 8 മിനിറ്റ്. അതിൽ കൂടി പോയിട്ടുണ്ടെങ്കിൽ ഹാർഡാവും. നമുക്ക് ആ ജ്യൂസി ചിക്കൻ നമുക്ക് കിട്ടിയില്ല. സൈഡ് നമ്മൾ കുറേശ്ശെ പ്രസ് ചെയ്ത് കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ചിക്കൻ ഏകദേശം ഇവിടെ വേകാറായിട്ടുണ്ട്. രണ്ട് സൈഡും മുരിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ചിക്കൻ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ബാർബിക്യൂ ചിക്കൻ സ്റ്റൗ ഓഫ് ചെയ്യുകയാണ്. ഇനി അതിനെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അതിനു മുമ്പ് നമുക്ക് ഇതിന് ചാർക്കോളിൻ്റെ ഒരു ടേസ്റ്റ് വരുത്താൻ വേണ്ടി നമുക്കൊരു പരിപാടി ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മുടെ ബാർബിക്യൂ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നമുക്കൊരു ചാർക്കോൾ ടേസ്റ്റ്, തന്തൂരിയുടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമുക്ക് ചാർക്കോളിൽ കുറച്ച് നമുക്ക് ഉപയോഗിക്കാം. ഒരു 5 മിനിറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യാതെ ഇങ്ങനെ വെച്ചേക്കുക. അപ്പോൾ നമുക്ക് യഥാർത്ഥ തന്തൂരിയുടെ ടേസ്റ്റ് കിട്ടും. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചിക്കൻ ബാർബിക്യൂ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ ചെയ്തു നോക്കണം. സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇനി വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഉടൻ വരുന്നതായിരിക്കും. താങ്ക് യു ഓൾ.